ഇന്നത്തെ ടോപ്പിക്ക് മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടന്റ് ബ്രാഞ്ചായ കാൽക്കുലസിനെ കുറിച്ചാണ്. മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടന്റ് ബ്രാഞ്ചായ കാൽക്കുലസിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഡിഫറൻസിയേഷനും നെക്സ്റ്റ് വണ് ഇന്റഗ്രേഷനുമാണ്. അതായത് ഫസ്റ്റ് വണ് ഡിഫറൻസിയേഷൻ, സെക്കൻഡ് വണ് ഇന്റഗ്രേഷൻ. രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു, ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും. ഈ കാൽക്കുലസ് പല ഏരിയകളിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നാം, മാത്സിന്റെ ഇമ്പോർട്ടന്റ് ബ്രാഞ്ച് അല്ലേ കാൽക്കുലസ്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് കാൽക്കുലസ് പഠിക്കുന്നതെന്ന്. ഒരു ഡാറ്റ കളക്ട് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ആ ഡാറ്റ വിധേയമാകുമ്പോൾ സാധാരണയായി കാൽക്കുലസ് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ കാൽക്കുലസ് എന്ന ടോപ്പിക് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡിഫറൻസിയേഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ് എന്ന് പറയണം. ഡൊമൈനും റേഞ്ചും ഡിഫറൻസിയേഷൻ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ് എന്നുള്ളത് പറയണം. എക്സ് വൈ രണ്ട് വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വേരിയബിളിന്റെ വാല്യൂ, എക്സ് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ വൈ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നുവെങ്കിൽ നമ്മൾ എന്തു പറഞ്ഞു? എക്സ് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞു, വൈ ഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ബന്ധത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്ന് എഴുതാം. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്നാണ് എഴുതിയിരിക്കുന്ന ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ നോക്കുക, എക്സിന്റെ വാല്യൂ -1 ആവുമ്പോൾ y ഈക്വൽ ടു എന്ത് വരും? -1 പ്ലസ് 3. പോസിറ്റീവും നെഗറ്റീവും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തു, വലുതിന്റെ സൈൻ ഇട്ടു. സോ ആൻസർ എത്ര കിട്ടും? 2 ആണെന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ 0 ആണെന്ന് എടുത്തു. അപ്പൊ y എന്താണ്? y ഈക്വൽ ടു 0 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് ആൻസർ? 3. ദെൻ എക്സ് ഈക്വൽ ടു 1. അപ്പൊ y വാല്യൂ എന്തായി മാറും? 1 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 4. അതായത് എക്സിന് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് y കിടക്കുന്നത്. ഇനി ഡൊമൈൻ എന്താന്നാ പറയാൻ വേണ്ടി പോകുന്നത്, ഈ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഡിഫറെന്റ് വാല്യൂസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമൈൻ എന്ന് പറയുക. എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസിനെ ഡൊമൈൻ എന്ന് പറയുന്നു. അപ്പൊ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് വൈ വാല്യൂസിനെയാണ് റേഞ്ച് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. ഡൊമൈൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല് ദ സെറ്റ് ഓഫ് വാല്യൂസ് ദാറ്റ് ക്യാൻ ബി അസ്യൂംഡ് ബൈ എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. അതായത് എക്സ് വേരിയബിള് അസ്യൂം ചെയ്യുന്ന ഒരു കൂട്ടം വിലകളെയാണ് ആ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി റേഞ്ചിന്റെ ഡെഫിനിഷൻ നോക്കൂ. The values of y that can be assumed in relation to the value of x is called the range of the function. അതായത് തന്നിരിക്കുന്ന റിലേഷനില് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനില് എക്സിന് വാല്യൂസ് അസ്യൂം ചെയ്യുമ്പോൾ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, എക്സിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വൈ വാല്യൂസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും, അതായത് എക്സ് വൈ രണ്ട് വേരിയബിള്
can take the values in the interval minus infinity to plus infinity. അപ്പോൾ എക്സും വൈയും മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റിന്റെ ഇടയിലുള്ള ഏതൊരു വാല്യൂ വേണമെങ്കിലും വേരിയബിൾസ് ടേക്കൺ ചെയ്യാം. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. y ഈക്വൽ ടു 3x മൈനസ് 5 എന്നുള്ളൊരു ഫംഗ്ഷൻ. അപ്പൊ അതില് എക്സിന് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എക്സിന്റെ വാല്യൂസ് എല്ലാം ഡൊമെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ y വാല്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എക്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് y വാല്യൂസ്. അപ്പൊ ഇത് എന്താണ് നമ്മളുടേന്ന് പറഞ്ഞു, റേഞ്ച് ആണെന്നും പറഞ്ഞു. അത് നിർത്തിയ പോയിന്റ്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് എക്സിന് 1 കൊടുത്തപ്പോൾ വാല്യൂ -2 ആണ്. എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ y വാല്യൂ 1 ആണ്. അപ്പൊ ഇവ തമ്മിൽ എന്താണ് ഡിഫറൻസ് നോക്കുക. -2ൽ നിന്ന് +1ലേക്കുള്ള ഡിഫറൻസ് എത്ര കിട്ടും നമുക്ക്? 3 ഡിഫറൻസ് ഉണ്ട്. ദെൻ എക്സിന്റെ വാല്യൂ 2ഉം എക്സിന്റെ വാല്യൂ 3ഉം ആവുമ്പോൾ കിട്ടിയ വാല്യൂസ് 1ഉം 4ഉം ആണ്. ഈ 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 - 1 എത്രയാ? 3 ആണ്. ദെൻ നെക്സ്റ്റ് രണ്ട് വാല്യൂസ് നോക്കുക. 3ഉം 4ഉം ആവുമ്പോഴും ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയ വൈന് ചേഞ്ച് വരുന്നുണ്ട്. ഈ വരുന്ന ചേഞ്ച് ഏത് റേഷ്യോയില ഏത് വാല്യൂ ആണോ ചേഞ്ച് ആയി വരുന്നത്, ആ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇനി ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഡിഫറൻസിയേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഡിഫറൻസിയേഷൻ. ഡെറിവേറ്റീവിന്റെയും ഡിഫറൻസിയേഷന്റെയും ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. The rate of change in a function with respect to a change in the independent variable is called derivative. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. The process of finding the derivative of a function, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഈസ് ടേംഡ് ആസ് ഡിഫറൻസിയേഷൻ. അതിനെയാണ് ഡിഫറൻസിയേഷൻ, ആ പ്രോസസ്സിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് ഓഫ് y, yന് ഡെറിവേറ്റീവ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സില് വൈന് ഡെറിവേറ്റീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്താണ്? dy/dx എന്ന് എഴുതാം, അല്ലെങ്കിൽ y' എന്ന് എഴുതാം, അല്ലെങ്കിൽ f' എന്ന് എഴുതാം. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഈക്വൽ ടു 2x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഡെറിവേറ്റീവ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്തെന്ന് എഴുതാൻ പറ്റും? dy/dx എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിന് y' ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിലോ f' ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈന് ഡെറിവേറ്റീവ് ചെയ്യാനുള്ള സിമ്പൽ ഡിനോട്ട് ചെയ്യുന്നത് dy/dx ആണ്, അല്ലെങ്കിൽ y' ആണ്, അല്ലെങ്കിൽ f' ആണ്. ഇനി dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് ലിമിറ്റ് Δx ടെൻഡ്സ് ടു 0 Δy/Δx ആണ്. അതായത് ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് വൈന്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയ എക്സ് വെച്ചിട്ട് വൈന്റെ ഡെറിവേറ്റീവ് എന്നുള്ളതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, y ഈക്വൽ ടു 7 എന്നുള്ളൊരു എക്സാമ്പിൾ. ഇപ്പൊ നോക്കൂ, ഈ ഫംഗ്ഷനില് എക്സിന്റെ വാല്യൂ 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിലും വൈന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 7 ആണ്.
എക്സിന് 2 ആണെങ്കിലും y വാല്യൂ എന്താണ് 7 ആണ്. എക്സിന് 3 ആണെങ്കിലും y വാല്യൂ എന്ത് തന്നെയാണ് 7 ആണ്. അപ്പൊ ഇവ തമ്മിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച്, അടുത്ത വാല്യൂയിലേക്ക് വരാനുള്ള റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാ 0. ഇവിടെയും റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാ 0 ആണ്. അതായത് dy ബൈ dx എക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ് 0 ആണ്. നൗ കൺസിഡർ അനദർ എക്സാമ്പിൾ y ഈക്വൽ ടു എക്സ്. ഇതൊരു എക്സാമ്പിൾ എടുത്തു. ദെൻ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്ക്, എക്സിന്റെ വാല്യൂ 1 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ y എന്താണെന്നാ പറയണത് എക്സ് തന്നെയാണ്. എക്സിന്റെ വാല്യൂ 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതെങ്കിൽ വൈയും എന്ത് തന്നെയാണ് 2 തന്നെയാണ്. എക്സിന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y എത്രയാണ് 3 തന്നെയാണ്. ഇനി ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് നോക്കുക. 1ൽ നിന്ന് 2ലേക്ക് എത്താൻ എത്ര ഡിസ്റ്റൻസ്? 1 ഡിസ്റ്റൻസ്. 2ൽ നിന്ന് 3ലേക്ക് എത്താൻ എത്ര ഡിസ്റ്റൻസ്? 1 ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാ 1 ആണ്. അതായത് y ഈക്വൽ ടു എക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് dy ബൈ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 1 ആണ്. ഇനി നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു y ഈക്വൽ ടു 3x മൈനസ് 5 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്ത് നോക്കുക. അവിടെ നമ്മൾ dy ബൈ dx റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് എന്തെന്ന് കിട്ടി 3 ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഫോർമുല നമ്മൾ ഡെറിവേറ്റീവിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുലകളിലേക്ക് പോവുകയാണ് കേട്ടോ. ദെൻ ഫംഗ്ഷനും ഡെറിവേറ്റീവും 2 കോളമാക്കി മാറ്റിയിട്ടുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് കെ, അതായത് ഒരു കോൺസ്റ്റന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്തായിരുന്നു 0 ആയിരുന്നു. അതാണ് അതിന്റെ ഡെറിവേറ്റീവ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് തന്നിരുന്നു. അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാ വന്നത് 1 ആണ് വന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ്, അതായത് 3x മൈനസ് 5 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എടുത്ത് ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ത് തന്നെയാണ് എ തന്നെയാണ്. എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ, എന്നിന് പല വാല്യൂസ് ഇട്ടുകൊടുത്ത് നിങ്ങൾ നോക്കുക. അപ്പൊ കിട്ടുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ആണോ എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യുക, കണ്ടുപിടിക്കുക. കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ അടുത്ത ക്ലാസ് ആവുമ്പോഴത്തേക്കും ഈ ഫോർമുലകൾ ബൈഹാർട്ട് ചെയ്യുക, എന്നാല് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാവും. Subscribe now and press the bell icon.